2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. NCC ദിനത്തിന്റെ ഭാഗമായി മട്ടാഞ്ചേരി TD ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. NCC ദിനത്തോടനുബന്ധിച്ച് മട്ടാഞ്ചേരി TD ഹൈസ്കൂളിലെ NCC ആർമി എയർഫോഴ്സ് വിഭാഗങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. ഫോർട്ട് സെന്റ് ഫ്രാൻസിസ് CSI കത്തീഡ്രലിന് മുന്നിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധസ്മാരകത്തിലാണ് ചടങ്ങ് നടന്നത്. 1-ാം ലോക മഹായുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മരണാർത്ഥം സ്ഥാപിച്ചതാണ് സ്മാരകം. കൊച്ചി MLA KJ മാക്സി, ഹെഡ്മിസ്ട്രസ് ആശ G പൈ, സർജൻ സഞ്ജയ്, ANO ദിനേശൻ പൈ എന്നിവരാണ് NCC യൂണിറ്റുകൾക്ക് വേണ്ടി പുഷ്പചക്രം സമർപ്പിച്ചത്. ഇരു യൂണിറ്റുകളിൽ നിന്നുമായി 60ഓളം കേഡറ്റുകൾ പങ്കെടുത്തു. KJ മാക്സി MLA NCC ദിന സന്ദേശം നൽകി. കൊച്ചി CSI ചർച്ചിൽ സ്ഥാപിച്ചിട്ടുള്ള ലോക യുദ്ധത്തിനെതിരായിട്ടുള്ള സമാനത്തിലുള്ള സ്മാരകത്തിൽ നമ്മുടെ 1-ാം ലോക മഹായുദ്ധകാലത്ത് സ്ഥാപിച്ചാണെന്ന് അറിയപ്പെടുന്നത്. യുദ്ധത്തിൽ മരിച്ചിട്ടുള്ള നമ്മുടെ മുഴുവൻ ജവാന്മാർക്കും അവർക്ക് വീടും കുത്തിവെച്ചവർക്കെല്ലാം ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഈ സ്മാരകത്തിൽ സമർപ്പണം നടത്തിയിട്ടുള്ളത്. ഇതെപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടാകേണ്ട ഒരു കാര്യമാണ്. രാജ്യത്തിൻ്റെ ധീരമായ നിലനിൽപ്പിന് ധീരജവാന്മാർ നടത്തിയിട്ടുള്ള വലിയ വീരമൃത്യു എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ബാധിക്കുന്ന ഒന്നായി മാറുക. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒന്നാം CTO അഞ്ജലി P, അധ്യാപകനായ വെങ്കടേഷ് G തുടങ്ങിയവർ സംസാരിച്ചു. തീർച്ചയായും ഇതിലൂടെ ദേശസ്നേഹത്തെക്കുറിച്ചും രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ധാരണകൾ കിട്ടിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ അതേ ഒരു പാതയിലായിരിക്കണം നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ രാജ്യം നിങ്ങൾക്ക് ഒരു ലഹരിയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ 1-ാം ലോക മഹായുദ്ധത്തിൽ ധീരചരമം പ്രാപിച്ച ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.